ഒരു ദിവസം ഒരാൾക്ക് നോൽമ്പ്, ഒരാൾക്ക് പെരുന്നാള്, ഒരാൾക്ക് നോമ്പൂല്ല പെരുന്നാളും ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ നടക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അതും ശരിക്ക് പ്രമാണ വിരുദ്ധ നിലപാടെടുത്തത് കൊണ്ടാണ്. അത് ഈ വിഭാഗത്തിനൊക്കെ ആ പ്രശ്നമുണ്ട്. പ്രമാണ നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മാസവും മാസപ്പിറവി കാണണം. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ച രീതി അതാണ്. എല്ലാ മാസവും അത് കാണണം. അപ്പൊ അത് കൃത്യമായ ഹദീസിലുള്ള കാര്യമാണ്. ഇനി അതുപോലെ ആയത്ത് എന്താണ്? കുൽ പ്രവാചകരെ പറയുക, യസ്അലൂനക അനിൽ അഹില്ല, അഹില്ലത്തിനെ മാസത്തെ ചന്ദ്രനെ പറ്റി നിങ്ങളോട് ചോദിക്കും. അപ്പൊ എന്ത് പറയണം? കുൽ ഹിയ മവാഖീതു ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള സമയം അറിയിക്കലാണ്. അപ്പൊ സമയം അറിയിക്കല് ഈ 3 മാസത്തിൽ മാത്രം മതിയോ? പോരാ. എല്ലാ മാസവും നമുക്ക് നിസ്കാരത്തിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ സമയം അറിഞ്ഞു കിട്ടണം. അത് ആ പ്രകാരം തന്നെയാണ് കൈകാര്യം ചെയ്തു പോരുന്നത്. കേരളത്തിൽ അങ്ങനെ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതും. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ പാരമ്പര്യം അതന്നെയാണ്. ഇപ്പൊ പരപ്പനങ്ങാടി ഖണ്ഡനത്തിൽ നമ്മൾ ആ ഭാഗം പ്രത്യേകം എടുത്ത് വായിച്ചു. എടത്തനാട്ടുകര ഖണ്ഡനത്തിൽ അൽമനാറിലെ പഴയ ലേഖനം എടുത്ത് വായിച്ചു. ആ നിലപാടിൽ നിന്ന് തെറ്റിയാര്? മർക്കസ് ദവക്കാർ തെറ്റി. ഓരെന്ത് പറഞ്ഞു? സംഗതി ആകാശത്ത് ഉണ്ടായാൽ മതി. ഇപ്പൊ 20 മിനിറ്റ് ഉണ്ട്. അപ്പൊ 20 മിനിറ്റ് അവിടെ ഉണ്ടല്ലോ. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. എന്താണ്? സൂമൂലി റുഇയതിഹി, കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക. ഇനി കാണാൻ സാധ്യതയില്ല ഒരു കാരണം കൊണ്ട്, അതെന്താ? മേഘം മൂടുക. ഹദീസിൽ പച്ചക്ക് പറഞ്ഞതാണ്. ഫൈൻ ഉമ്മ, മേഘം മൂടിയാൽ നിങ്ങൾ കാണൂല. അപ്പൊ ഇനി അവിടെ ഉണ്ട് സങ്കല്പിക്കാൻ പറ്റൂല. കാരണം ഉള്ളതിനെ കാണാതിരിക്കാനുള്ള മറ എന്താണ്? മേഘം. മേഘം മൂടിയാൽ നിങ്ങൾ കാണൂല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 30 പൂർത്തിയാക്കുക, ഒന്നിക്ക് പ്രവേശിക്കുക. എത്ര വ്യക്തമാണ് ഈ ഹദീസ്. എന്നിട്ട് അതുപോലും കബളിപ്പിച്ചു കണ്ട് എന്ത് ചെയ്യും? അവിടെ ഉണ്ടല്ലോ, ഉണ്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നോമ്പെടുക്കാം ഒരു ടീം. രണ്ടാമത്തെ ടീം എവിടെങ്കിലും കണ്ടാ, അതാണ് ഇവര്, നമ്മളെ ഈ ടീം അതാണ്. എവിടെങ്കിലും കണ്ടാ മതി, അപ്പൊ നമുക്ക് എടുക്കാം. അങ്ങനെ എവിടെങ്കിലും കണ്ടാ മതി എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഓരോ മത്ലയിൽ ഓരോ നാട്ടിലുള്ളവർ അവർക്ക് കണ്ടു എന്ന് ഉറപ്പ് കിട്ടണം. നമ്മളെ കോഴിക്കോട് മാസപ്പിറവി സെമിനാർ ഒന്ന് എടുത്തു കേട്ട എല്ലാ തെളിവും നമ്മളവിടെ കൊണ്ടിട്ടുണ്ട്. ആ വിഷയം പുസ്തകമാക്കി നമ്മൾ ഇറക്കി. മാസപ്പിറവി എന്നുള്ള പുസ്തകം ലഘു പുസ്തകമാക്കി ഇറക്കിയതൊക്കെ വായിച്ചാൽ ഈ തെളിവുകളൊക്കെ കിട്ടും. പിന്നെ നമ്മളൊക്കെ സീരിട്ട് പറയുന്നത് എന്താ പറഞ്ഞ്? എല്ലാ മാസവും കാണണ്ട, 3 മാസം കണ്ടാൽ മതി. എപ്പോ? ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള്, നോമ്പ്, ഈ 3 മാസം കണ്ടാൽ മതി. ബാക്കി മാസം ഒന്നും കാണണമെന്നില്ല. ബാക്കി മാസം കൃത്യമായിട്ട് കാണാതെ എങ്ങനെ ഈ 3 മാസം കണക്കാക്കുക? അതോടെ ആലോചിക്കണ്ടേ. റജബിലും ഷഅബാനിലും കൃത്യമായ കണക്ക് കിട്ടാതെ എന്ത് കണക്ക് വെച്ചിട്ടാ റമദാൻ നോക്കുക? ഈ കലണ്ടർ വെച്ച് നോക്കാൻ പറ്റും? സങ്കല്പത്തിൽ വെച്ച് നോക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി, ഇസ്ലാമിന്റെ പ്രമാണം പറഞ്ഞത്. എല്ലാ മാസവും നോക്കി പോരണം. നമ്മൾ ആ പാത, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ പാരമ്പര്യം കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്നു. നമ്മുടെ മെസ്സേജുകൾ കണ്ട് ഗ്രൂപ്പിൽ വരുന്നത് മാസപ്പിറവി കണ്ടാൽ അറിയിക്കുക, കണ്ടു, കണ്ടില്ല എന്ന കൃത്യ മെസ്സേജ് എല്ലാ മാസവും കൊടുക്കുന്നത് എന്തിനാ? അതിലാളുകൾക്ക് ഒരു ബോധം ഉണ്ടാകാനാണ്. അപ്പൊ അതിലവർക്ക് പ്രമാണം വിട്ടപ്പോ അവർക്ക് തെറ്റി, അത്രേ ഉള്ളൂ. നമ്മൾ അൽഹംദുലില്ലാഹ് ആ പ്രമാണത്തിന്റെ ചട്ടക്കൂടിൽ തന്നെയാണ് ഉള്ളത്.